അല്ല, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അദ്ദേഹം ഈ ഭാഗങ്ങൾ വിശദമായി കണ്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായ പ്രപ്പോസൽ അവതരിപ്പിച്ചു. കേവലം പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീടുകൾ കെട്ടിക്കൊടുക്കൽ മാത്രമാകരുത്. തൊഴിൽ നഷ്ടപ്പെട്ട ധാരാളമായ ആളുകളുണ്ട്. അവരുടെ നൈപുണ്യം പ്രത്യേകിച്ച് കാണേണ്ടതുണ്ട്. അവരുടെ തൊഴിലും നൈപുണ്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോരുത്തർക്കും അനുസരിച്ചുള്ള സാധ്യതകൾക്കനുസരിച്ച് അവരെ കാണേണ്ടതുണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേരളം വല്ലാതെ ബോധറാണ്. അക്കാര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ഉന്നതിയിലും എത്താൻ കഴിയുന്ന വിധത്തിലുള്ള സഹായം ഉണ്ടാകണം എന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നമ്മുടെ ഒരു നേർരേഖ ചിത്രം വളരെ കൃത്യതയോടുകൂടി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ചിത്രങ്ങൾ സഹിതം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാം ചേർന്ന് അവതരിപ്പിച്ചു. കേരളത്തിന്റെ പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ കാര്യങ്ങളിലെല്ലാം അനുഭാവപൂർണ്ണമുള്ള നിലപാടുണ്ടാവും. ഗുജറാത്തിലേതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകൾ അദ്ദേഹം വിശദീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള സഹായം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രത്യേകമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുമ്പാകെ സൂചിപ്പിച്ചു. കൃത്യമായ ചിത്രമാണ് ചീഫ് സെക്രട്ടറി വരച്ചു വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനകൾ ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രശ്നം. മുഖ്യമന്ത്രി അടിവരയിട്ട് സൂചിപ്പിച്ചൊരു കാര്യം, ദേശീയ ദുരന്തമെന്ന നിലവാരത്തിൽ എങ്ങനെയാണോ ഡിസാസ്റ്റർ ഉൾപ്പെടുത്താൻ പറ്റുന്നത് അങ്ങനെ ഉൾപ്പെടുത്തി ഏറെ ഗൗരവത്തോടെ ഇന്ത്യ കണ്ട സമീപ ഭൂതകാലത്തെ ഏറ്റവും വലിയ ദുരന്തമായി ഇതിനെ കാണണം. അങ്ങ് ഇത് കണ്ടിട്ടുണ്ടല്ലോ, അങ്ങ് മുന്നനുഭവങ്ങൾ ഉള്ളയാളാണല്ലോ, ആ ഘട്ടത്തിൽ വളണ്ടിയറായി വരെ പ്രവർത്തിച്ചു എന്ന അനുഭവം അങ്ങ് പറഞ്ഞല്ലോ. ആ വികാരങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തെ ചർത്തുപിടിക്കാൻ തയ്യാറാകണം എന്നാണ് 3.5 കോടി മലയാളിക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആശയം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളെല്ലാം അതുപോലെ പരിഗണിക്കും. വിശദമായ മെമ്മോറാണ്ടം വരട്ടെ, കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ആ വരവിനെ നോക്കിക്കണ്ടത്. ആ പ്രതീക്ഷകൾ സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്ര സഹായം ഇല്ല എന്ന കാരണത്താൽ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ അവസരമുണ്ടാവുകയില്ലെന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ കേന്ദ്ര പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി സമഗ്രമായ വിശദമായ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക എന്നതാണ് ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അടിയന്തരമായി നിർവഹിക്കുക എന്ന നിലയിലാണ് പോകുന്നത്. എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും ജനങ്ങളും സഹകരിച്ചുകൊണ്ട് ഈ ശ്രമകരമായ ദൌത്യത്തെ പൂർത്തിയാക്കാനും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനും നമുക്കെല്ലാം കഴിയും എന്ന പ്രത്യാശ കൂടുതൽ ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് പ്രഖ്യാപനങ്ങളുമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് കൂടുതൽ കർമ്മനിരതമായി പ്രവർത്തിക്കാനുള്ള ആവേശവും അത് നൽകിയിട്ടുണ്ട്.